നമുക്കിന്ന് എളുപ്പത്തിൽ വെക്കാൻ പറ്റിയൊരു മോര് കാച്ചിയതുണ്ടാക്കാം. ഗ്യാസ് കത്തിച്ച് കൊടുത്ത് പാത്രം ചൂടായി വരട്ടെ. ഞാൻ മോര് കാച്ചാനായിട്ട് കുറച്ച് വെളുത്തുള്ളി, സവാള, കാന്താരിമുളക്, ഇഞ്ചി ഇത്ര നുറുക്കി വെച്ചിട്ടുണ്ട്. മോരെടുത്ത് വെച്ചിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. കുറച്ച് കടുക് ഇട്ട് കൊടുത്തു, കുറച്ച് ഉലുവ ഇട്ട് കൊടുത്തു. ഉലുവയും കടുകും പൊട്ടി വരട്ടെ. 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഈ തൈരൊന്ന് മിക്സിയിലിട്ട് അടിച്ച് വരണം. ഞാനിവിടെ ഉറവഴിച്ച തൈരാട്ടോ. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചുകൊണ്ട് വരാം. നമുക്കിതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം, സവാള, മുളക്, കരിവേപ്പില എല്ലാം ഒന്ന് നന്നായിട്ട് ബ്രൗൺ കളറായി വരട്ടെ. മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി, നമ്മൾ തൈര് കലക്കിയിട്ടതാണ്, എന്നാലും കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ പൊടിച്ചത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. തൈരിൽ ഒരുപാട് വെള്ളം ഉണ്ടാവരുത് കേട്ടോ. ഈ ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നാൽ മതി. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് പതഞ്ഞ് വന്നാൽ മതി. എപ്പോഴും നമ്മൾ കറി വയ്ക്കാൻ നോക്കുമ്പോൾ ചിലപ്പോൾ വീട്ടിൽ തേങ്ങ ഉണ്ടാവില്ല, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയിട്ട് ധൃതി പിടിച്ച് ചോറിനാൻ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ്. 5 മിനിറ്റ് പോലും വേണ്ട. ആ ഉള്ളി ഇതൊക്കെ വഴണ്ട് വരുന്ന സമയം മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. തട്ടിക്കൂട്ട് കറിയെന്നും വേണമെങ്കിൽ പറയാം. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണം. ഓൾ ബട്ടൺ അമർത്തിയാലാട്ടോ ഞാനിടുന്ന എല്ലാ വീഡിയോസും കാണാൻ പറ്റുള്ളൂ. നമ്മുടെ കറി പതുക്കെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫാക്കാം.